ആരെങ്കിലും ഇടയ്ക്ക് പൊടിയിലൊന്ന് പൊക്കണില്ലെങ്കിൽ വിഷമം. വൃത്തി കൂടുതൽ ആർക്കും. ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത്. കൂടുതൽ കള്ളത്തരങ്ങൾ പൊക്കിയിട്ടുള്ളത് ആരുടെയാണ്? അതങ്ങനെ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് അത്ര കള്ളത്തരം. ചുമ്മാ പറഞ്ഞായിരിക്കുമല്ലേ. അപ്പൊ പ്രത്യേകം നമ്മുടെ അടുത്ത് വന്നിട്ട് ആരോടും പറയരുത് കേട്ടോ എന്ന് പറഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല. പക്ഷെ ആരോടും പറയരുതേ എന്നൊക്കെ പറഞ്ഞാ ഇല്ലില്ല. അങ്ങനെ എന്റെ അടുത്ത് നോർമലായിട്ട് സമാധാനമായി ഇനിയൊന്ന് ലൈറ്റ് ഇടാൻ കണ്ണു കാണാനില്ല. നേരെ ഇവിടെ ഒരു ഞെക്ക് കോളിമല്ല ഇരുന്നു എല്ലാരും ചേട്ടൻ മോളിൽ ഇരുന്നിട്ട് ജാങ്കോ നീ അറിഞ്ഞ ഞാൻ പെട്ടു. ഒരാള് ഇങ്ങനെ കവർ സൂക്ഷിച്ച് നോക്കണ്ടടാ ഉണ്ണി, ഇത് ഞാനല്ല. എന്നോട് അപ്പൊ ആരും അറിയാൻ പാടില്ല. ഭയങ്കര സീക്രട്ട് കോളാണ്. അവരുടെ ഒരു ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള. ഓവർ സ്മാർട്ട് ആവുന്നൊന്നല്ല, ഗതികേട് കൊണ്ടാ. കള്ളം പറയാൻ മിടുക്കിയാരാണ്? അത് പൊടിമോള്. നിങ്ങൾ ഇത്രക്കാരാണെന്ന് ഞാൻ വിചാരിച്ചില്ല. കള്ളം പറയാൻ പൊടിക്ക് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മതിയില്ലേ അടി ഉണ്ടാക്കാൻ? ഒരു എക്സാമ്പിൾ പറഞ്ഞു. അങ്ങനത്തെ കാര്യങ്ങളാ? ഞാൻ ക്ലാസ് ടോപ്പർ 91% ഡിഗ്രിക്ക്. അപ്പൊ പക്ഷെ എല്ലാരും ചേച്ചി റാങ്ക് ഹോൾഡർ ആയിരുന്നു MG യൂണിവേഴ്സിറ്റി. പിന്നെ നമുക്ക് ചെറിയ ഗെയിമിലേക്ക് പോവാം. ഇതിലെങ്കിലും കുറച്ച് സംസാരിക്കണം. ചേട്ടൻ ഇൻട്രോവേർട്ട് കളിക്കുന്നതാണ്, എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഓക്കെ, അപ്പൊ ഇതാരാണ്? അപ്പൊ ഇതാരാണ്? ചക്കു. അപ്പൊ ടീച്ചർ ഈ പേപ്പർ ഒന്ന് വിതരണം ചെയ്യും. ടീച്ചർ മറ്റിങ്ങനെ ക്ലാസ്സിൽ കൊടുക്കുന്ന പോലെ. സ്ട്രിക്റ്റ് ആണോ? പാവൻ ടീച്ചറാ? ആണല്ലേ. അപ്പൊ ആതിര ചേച്ചിയുടെ ഒരു ഡാൻസും പൊടിയുടെ ഒരു പാട്ടും വേണ്ട, ഒരെണ്ണം ചേട്ടൻ കൊടുക്ക്. ഭാര്യനെ കൈ വെച്ചോണ്ടിരിക്കാം. ഞാൻ കുറച്ച് ഇപ്പോഴേ പൊക്കല്ലേ ഭാര്യന്. ഞാൻ കുറച്ച് സിമ്പിൾ ചോദ്യങ്ങൾ ചോദിക്കാം. അയ്യോ വേണ്ട, എന്നെ ഹോട്ട് ചെയ്യണം. ഇല്ല, എന്താണിത്? എല്ലാരും പൊക്കില്ലെങ്കിൽ എനിക്ക് വിഷമം. ആരെങ്കിലും ഇടയ്ക്ക് പൊടീനൊന്ന് പൊക്കണില്ലെങ്കിൽ വിഷമാവും. ഓക്കെ, അപ്പൊ ചോദിക്കുന്ന ചോദ്യത്തിന് ആതിര ചേച്ചിയാണോ പൊടിയാണോ എന്നുള്ളത് ഓക്കെ മതി. ഓക്കെ, കറക്റ്റ് നോക്കി. എല്ലാരും കറക്റ്റ് ആയിട്ട്, എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ നന്നായിട്ട് അറിയാലോ. ഫാമിലി സെറ്റപ്പ് ആയല്ലോ എല്ലാവർക്കും. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ചെറിയ കാര്യങ്ങൾക്ക് അടി ഉണ്ടാക്കുന്നത് ആരാണ്? പൊടി. വലിയ കാര്യത്തിന് ഞാൻ അടി ഉണ്ടാക്കില്ല. പകരം വലിയ കാര്യത്തിന് ചേച്ചിയാണ് അടി ഉണ്ടാക്കണേ? അല്ല, റോബിൻ ചേട്ടൻ. പൊടിക്ക് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മതിയില്ലേ അടി ഉണ്ടാക്കാൻ? ഒരു എക്സാമ്പിൾ പറഞ്ഞു ചേച്ചി. അങ്ങനത്തെ കാര്യങ്ങളാ? എന്നാ വേണ്ട. ഓക്കെ, ആരാണ് നന്നായി പഠിക്കുന്നത്? അതെ, ഒന്ന് പൊക്കി പിന്നെ മാറ്റാൻ പാടില്ല. ഞാൻ ക്ലാസ് ടോപ്പർ 91% ഡിഗ്രിക്ക്. അപ്പൊ പക്ഷെ എല്ലാരും ചേച്ചി റാങ്ക് ഹോൾഡർ ആയിരുന്നു MG യൂണിവേഴ്സിറ്റി. അങ്ങനെയല്ല. അല്ല അതുമല്ല. പൊടി തുടക്കത്തില് 10 മാർക്ക് കുറവായിരുന്നു. പൊടിക്ക് 10th സൈനസൈറ്റിസ് ഉള്ളായിരുന്നു, മാർക്ക് കുറവായിരുന്നു. അയ്യോ ഒന്നുമില്ല, അത് ഇടയ്ക്ക് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കുസൃതികളല്ലേ അമ്മയെ കണ്ട് പഠിച്ചതാ? ഓക്കെ, ആരാണ് പെർഫെക്ഷനിസ്റ്റ്? രണ്ടുപേരും ഉണ്ട്. ആണോ? രണ്ടുപേരും ഉണ്ട്. വർക്കിന്റെ കാര്യത്തിൽ പൊടി ഭയങ്കര പെർഫെക്ഷൻ ആണ്. അവളും കാര്യങ്ങളെല്ലാം
രണ്ട് കാര്യങ്ങളിലും അതെനിക്ക് അവളെയും പൊക്കണമെന്നൊക്കെ ഉണ്ട്. രണ്ടുപേരുണ്ട് കാര്യത്തിലും പെർഫെക്ഷനിസ്റ്റ് ആവുന്ന അവളാ. അവള് ഞാൻ പറഞ്ഞില്ലേ, അവളെ മൈൻഡിലുള്ള രീതിയിൽ എല്ലാ കാര്യങ്ങളും എത്തിക്കണം അവൾക്ക്. ഞാൻ പക്ഷെ അങ്ങനെ ഇല്ല. പക്ഷെ വീട്ടുകാര്യങ്ങളും അല്ലാത്ത പ്രൊഫഷണൽ ലൈഫ് എല്ലാം സെറ്റ് ആയിട്ട് പോണം എന്നുള്ള കൂട്ടത്തിലാണ് ഞാൻ. ചെയ്യുന്നുണ്ട്. ഒരു കാര്യം ചെയ്ത് കഴിയാണ്ട് അടുത്തേക്ക് നോക്കണ്ട. ഇല്ലല്ലേ? നല്ല അനുഭവം ഉണ്ടല്ലോ. പുറത്ത് പോകാൻ തിരുമ്പിട്ട് ഇറങ്ങുള്ളൂ. ആണല്ലേ? എങ്ങോട്ട് പോകാനായാലും തിരുമ്പാണ്ടും ഉണക്കാണ്ടും കുട്ടി അല്ലാതെ എനിക്ക് ആ ഒരു ഓർഡറൊക്കെ പോണമെന്നുണ്ട്. അപ്പൊ അതല്ല, ഇതില് പിറ്റേന്ന് അറിയോ, പുള്ളിക്കാരുടെ ബർത്ത്ഡേ ആയിരുന്നേ, ആനിവേഴ്സറി. അപ്പം ഞങ്ങളെല്ലാം കൂടെ അങ്ങോട്ട് സർപ്രൈസ് ആയിട്ട് പോകാനെന്ന് വിചാരിച്ചു. പുള്ളിക്കാരി അപ്പൊ എല്ലാ കാര്യങ്ങളും എന്ന് വെച്ചാൽ പോയിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞേ വരത്തുള്ളൂ. കുട്ടികളെല്ലാം അലക്കിയിട്ടാണ് വന്നത്. പക്ഷെ എന്ത് പറ്റിയെന്നറിയോ, അച്ഛന്റെ ഡ്രൈവിംഗ് ഞാനന്ന് കണ്ട് ഫ്രണ്ട് ഇരുന്നിട്ട് അച്ഛൻ ഭയങ്കര സ്പീഡ് ജെറ്റ് വിട്ടാണെങ്കിൽ ഇവിടുന്ന് തൃശ്ശൂർ എന്ത് കുഴപ്പം, ഒരു കുഴപ്പമില്ല. ചവിട്ടും അച്ഛൻ. പക്ഷെ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യും, കൊണ്ട് എത്തിക്കും. കേക്ക് മുറിച്ച് 2 മണിക്ക് പോകും. ഞങ്ങള് 12 കാലയപ്പോ എത്തി. അതാ അച്ഛൻ വണ്ടി ഓടിച്ച് അങ്ങോട്ട് 12:08 ആയപ്പോ ഞങ്ങൾ എത്തി. ടൈം എനിക്ക് ഓർമ്മയുണ്ട്. 12 മണിക്ക് എന്റെ വേറെ ഫ്രണ്ടിന്റെ ആനിവേഴ്സറിയാണ്. അപ്പൊ 2 പേരും കേക്ക് മുറിക്കാന്ന് പറഞ്ഞു, ഇവര് വരാന്ന് പറഞ്ഞു. അപ്പൊ ടൈമിങ് എപ്പോഴായിരുന്നു? അത് വരാൻ കാരണം ഞാനാണ്. പക്ഷേ ഞാനുണ്ട്. അതെനിക്കൊരു പ്രത്യേക എല്ലാം ഉണ്ടാക്കി വെച്ചപ്പോഴാണ് കേട്ടാ. അപ്പൊ ഡോക്ടർ വിളിച്ചു. ഡോക്ടർ കോൾ വന്നു, ഞങ്ങളത് ഇറങ്ങാൻ നിൽക്കാണ്. ബക്കറ്റ് അല്ല, ആ സമയത്ത് ഇവർക്ക് അറിഞ്ഞൂടാ. ഞാനിങ്ങനെ പ്ലാൻ ഇട്ടു. ബക്കറ്റായിട്ട് തോരിടാൻ വയ്ക്കുന്നത്. ഈശ്വരാ. എല്ലാവരും റെഡി ആയിരിക്കുകയാണ്. അതായത് ഞാൻ ഇപ്പോ എന്റെ വീട്ടിൽ നിന്നാണല്ലോ ജോലിക്ക് പോകുന്നത്. അപ്പൊ കിഴിയുടെ വീട്ടിൽ പോകുന്ന സമയത്ത് ആ ഒരു വീക്കെൻഡിലെ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്തിട്ട് വേറൊരു കാര്യം കൂടെ ഉണ്ട്. കുട്ടികളുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അതിലിരിക്കുമ്പോൾ ഇൻഫെക്ഷൻ വരും. അപ്പൊ 2-3 ദിവസം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് അത് കഴുകിയിട്ട് പോകണമെന്നുള്ള റെസ്പോൺസിബിലിറ്റി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി നേരത്തെ ആവായിരുന്നു. അതുകൊണ്ട് ക്ഷമ പഠിച്ചില്ല ചേട്ടൻ ലൈഫില്. നല്ല ചേട്ടാ. ഓക്കെ, അടുത്തത് ആരാണ് കൂടുതൽ ബ്യൂട്ടി കോൺഷ്യസ്? പൊടി സത്യം മാത്രം പറയാൻ പാടില്ല. ബുക്ക് ഒരു പൗഡർ പോലും ഇടാത്ത കുട്ടിയാണോ? ഭയങ്കര കോൺഷ്യസ് അല്ലേ? ഞാൻ ആകെ മേക്കപ്പ് ചെയ്യാതെ പോയത് റോബിൻ ചാണ്ട് ഇന്റർവ്യൂവിന്. കാരണം അത് അറിയില്ലല്ലോ, അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ കുറച്ചുകൂടി ഓവറാക്കി പോയായിരുന്നു. ഓക്കെ, അടുത്തത് വൃത്തി കൂടുതൽ ആർക്കാണ്? പൊടി സത്യം മാത്രം പൊക്ക്. അത് ഇതിൽ റോബിൻ ചേട്ടന്റെ ഫോട്ടോയും വേണം. റോബിൻ ചേട്ടനും ഇല്ല ക്യാരക്ടർ. ഞങ്ങള് രണ്ടുപേരും വൃത്തിയാ. അവര് രണ്ടുപേരല്ലേ? അപ്പൊ ചേട്ടന് വൃത്തിയില്ലെന്നാ പറഞ്ഞത്. അതല്ല പറഞ്ഞത്, ഇവര് രണ്ടുപേരും. ഓക്കെ, അവർ രണ്ടുപേരും കറക്റ്റ്. ഞങ്ങൾ ഏത് സാഹചര്യത്തിലും ജീവിക്കുന്ന ആൾക്കാരാണ്. ഞങ്ങൾ ഡൗൺ ടു ആണ്, കേട്ടില്ലേ? ഇവര് റൂമ് കയറി കഴിഞ്ഞാണ്ടല്ലോ റൂമിന്റെയോ ഞാൻ പറയും കുട്ടീനെ അറിയാം, അതുപോലെ റൂമിലേക്ക് കൊണ്ടുപോയി. പക്ഷെ കുട്ടിക്ക് ലൂക്കിക്ക് എപ്പോഴാണ് സ്നേഹം അവിടെയാണോ? ആണല്ലേ? സ്നേഹം വേറെ കുറെ കാര്യം. ശരി, അടുത്തത്. മൂത്രം വയ്ക്കണമെങ്കിൽ അപ്പൊ നമ്മുടെ റൂമിൽ. ഓക്കെ, റെഡി. ഇത് അച്ഛനും അമ്മയ്ക്കും കറക്റ്റ് പറയാൻ പറ്റുമായിരിക്കും. കൂടുതൽ കള്ളത്തരങ്ങൾ പൊക്കിയിട്ടുള്ളത് ആരുടെയാണ്? അതങ്ങനെ ഞങ്ങക്ക് രണ്ടുപേർക്ക് അത്ര കള്ളത്തെ. അമ്മ പൊടിയുടെ പൊക്കെ. അമ്മ പൊടിയുടെ. നിങ്ങളൊരു തീരുമാനം എടുത്തിട്ട് ഞാനിത് പൊക്കാനാ തന്നേക്കണം. ഏത് കള്ളത്തര പൊക്കിന്നറിയോ? അതായത് കോമഡി കള്ളത്തരങ്ങളാണ്. ഒരു കോമഡി പറയട്ടെ. റോബിൻ ചേട്ടനെ സ്വിഗ്ഗിയാണോ? ഞാൻ പറഞ്ഞുതരാം. റോബിൻ ചേട്ടൻ അന്ന് നിതീഷ് ചേട്ടൻ പുലർച്ചെ പോവാ. അപ്പൊ സോറി, റോബിൻ ചേട്ടൻ അല്ല നിതീഷ് ചേട്ടൻ പുറത്തേക്ക് പോവാണ് പുലർച്ചെ. അപ്പൊ അന്ന് റോബിൻ ചേട്ടൻ നമ്മുടെ വീട്ടില് കുറച്ച് ലേറ്റ് നൈറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ കുറച്ച് നേരം ഇരുന്നപ്പോ റോബിൻ ചേട്ടനെ അന്ന് ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, ചെറുതായിട്ട്. അതൊരു 3-4 മാസം മുന്നെയാണ്. അപ്പൊ വിശക്കുമ്പോ എന്നെയാണ് വിടുക. എന്തിനെ? സ്വിഗ്ഗി ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ സൊമാറ്റോന്ന് വരുമ്പോ ആരും അറിയാതെ അല്ലല്ല. അപ്പൊ എനിക്കൊരു സ്വഭാവം എന്നറിയോ, ഇപ്പൊ എന്റെ അടുത്തൊരാള് നോർമൽ ആയിട്ടൊരു സീക്രട്ട് ഒന്ന് പറഞ്ഞായിരിക്കും. നമ്മുടെ അടുത്തൊരു കാര്യം പറയുമ്പോ നമുക്കതൊരു സെക്കൻഡ് പേഴ്സന്റെ അടുത്ത് പറയേണ്ട ആവശ്യമില്ല. അപ്പൊ പ്രത്യേകം നമ്മുടെ അടുത്ത് വന്നിട്ട് ആരോടും പറയരുത് കേട്ടോ എന്ന് പറഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല. പക്ഷെ ആരോടും പറയരുതേ എന്നൊക്കെ പറഞ്ഞാ
ഇല്ലില്ല അങ്ങനെ എന്റെ അടുത്ത് നോർമലായിട്ട് അവളെന്തൊക്കെയാ സീക്രട്ട് പറഞ്ഞിട്ടുണ്ട്. ഭയങ്കര സ്ട്രെസ് കൊടുത്ത് പറയുമ്പോ ഞാൻ സ്ട്രെസ് കൊടുത്ത് പറഞ്ഞിട്ടില്ല. ഇല്ല എന്റെ അടുത്ത് ക്യാഷ് ഔട്ട് ആരും പറയണ്ട അതെനിക്ക് പ്രശ്നമില്ല എനിക്ക് ആരോടും പറയില്ലേ എന്നൊക്കെ ഓവറാക്കുമ്പോ അങ്ങനെ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല അപ്പൊ എനിക്ക് ടെൻഷൻ ആയിട്ട് ആരോടെങ്കിലും ഒക്കെ പറയാനുള്ള ഒരു ടെൻഡൻസി വരും അതുപോലെ പറഞ്ഞ പോലെ അനുസരിക്കും ഞാൻ പറഞ്ഞില്ലേ കൈ നിർത്തതാനൊന്നും എനിക്കറിയില്ല അപ്പൊ റോബിൻ ചേട്ടൻ ഇതുപോലെ ഒരു ദിവസം ഇവിടെ ഇരുന്നിട്ട് എന്നോട് പറഞ്ഞു മിണ്ടിപ്പോവരുത് ആരും നീ ഇവിടെ മറ്റേ ബാലൻസാ അപ്പൊ ഞങ്ങള് സ്വിഗ്ഗി ബുക്ക് ചെയ്തു സൊമാറ്റോ ബുക്ക് ചെയ്തു അപ്പൊ അവിടെ വന്നു ഞാൻ എന്നോട് പറഞ്ഞു ആരും അറിയാതെ രഹസ്യമായിട്ട് എടുത്തു കൊണ്ടുവരണം ഫുഡ് എന്ന് പറഞ്ഞു പറഞ്ഞ ദൗത്യം വൃത്തിയായിട്ട് ഞാൻ ചെയ്തു മുകളിൽ നിന്ന് മിണ്ടല്ലേ മുകളിൽ നിന്ന് ആരും അറിയാണ്ട് ഇറങ്ങി വന്ന് അവിടുന്ന് എല്ലാ കടമ്പകളും ഈ ലൂക്കേനും നിച്ചുവിന്റെയും കണ്ണ് കെട്ടിക്കലാണ് ഏറ്റവും വലിയ പ്രശ്നം അതൊക്കെ വെട്ടിച്ച് കറക്റ്റ് ആയിട്ട് ഞാൻ പുറത്തെത്തിയപ്പോ സമാധാനമായി ഇനിയൊന്നും ലൈറ്റ് ഇടാൻ കണ്ണ് കാണാനില്ല നേരെ ഇവിടെ ഒരു ഞെക്ക് കോളിമല്ലായിരുന്നു എല്ലാരും ചേട്ടൻ മോളിൽ ഇരുന്നിട്ട് കോളിമല്ലടിക്കുന്നതൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ഞാനിട്ട് ഇത് പിടിച്ചിങ്ങനെ നിൽക്കുക വീടിന്റെ ഫ്രണ്ടിൽ അപ്പൊ അച്ഛനമ്മയും കുറച്ച് ആ സമയത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പുഴുങ്ങിയതൊന്നും ഞാൻ പറഞ്ഞില്ല വെജിറ്റബിൾസ് ആണ് ചേട്ടന് ഡയറ്റിനുള്ള ഫുഡ് ഞാൻ ചിലപ്പോ രാത്രിയിൽ ഇതുപോലെ നമ്മൾ കുറച്ച് നേരം രാത്രി പുറത്തിറക്കി പറഞ്ഞിരിക്കാറുണ്ട്. അതെ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് തടി കുറയ്ക്കാൻ വേണ്ടി തുടങ്ങിയതാണ് കേട്ടോ. താങ്കളും കുറച്ചു ഞാനും കുറച്ചു അല്ലേ. അതെ അതെ അതെ. അപ്പൊ കേടി പറഞ്ഞെടുത്ത് അതിന് ഫ്രിഡ്ജിന് ആപ്പിൾ എടുത്തിട്ട് വാങ്ങി പറഞ്ഞു ഞാൻ ഒരു രാത്രി ഇതുപോലെ ആപ്പിൾ എടുക്കാൻ പോകുമ്പോ ഒരാൾ ഇട്ടത്ത് ഇങ്ങനെ കവർ പിടിച്ചു പേടിച്ച് വേസ്റ്റ് കൊണ്ടുവന്നേക്കണ് ഞാനെങ്ങാണ്ട് ഇങ്ങനെ നിന്നു ചെയ്യാന്ന് വിചാരിച്ചിട്ട് അപ്പൊ ഇവള് പണ്ടാരം പേടിച്ച് എന്താന്ന് മനസ്സിലായിട്ട് അത് ബർഗർ ചിക്കൻ അല്ല ഇതേപോലെയാണ് ഈ റൂമിനുള്ളിൽ ഓഫീസ് റൂമിനുള്ളിൽ വെച്ചിട്ട് ഒരു എമർജൻസി കോള് റോബിൻ ചേട്ടൻ എന്നോട് അപ്പൊ ആരും അറിയാൻ പാടില്ല ഭയങ്കര സീക്രട്ട് കോളാണ് അവരുടെ ഒരു ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം അല്ല അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു കൂടി മിണ്ടരുതേ നീ ഇവിടെ ഉള്ളത് അറിയരുത് മിണ്ടരുത് അപ്പൊ നോർമലായിട്ട് അവര് സംസാരിച്ച് എനിക്കറിയാൻ മിണ്ടാതിരിക്കാൻ ഇതിങ്ങനെ ഓവർ സ്ട്രെസ് വന്നിട്ട് ഒരു സൗണ്ട് പോലും ഉണ്ടാക്കരുത് പറഞ്ഞിട്ട് ഒരു വീഡിയോ കോൾ ആയിരുന്നു അപ്പൊ ഈ ചേട്ടൻ ഫോൺ എടുത്തിട്ട് ഹലോ സർ എന്നൊക്കെ പറഞ്ഞിട്ട് സ്ലാങ് ഒക്കെ മാറ്റി സംസാരിക്കും അപ്പൊ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോണ്ട് കസാരയുടെ മുകളിൽ പൊടക്കും 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 എന്നൊക്കെ ഞാൻ വീണു എന്താന്ന് വെച്ചാൽ ഇവിടെ അങ്ങോട്ട് ഓടിയിട്ടേ പടപടാന്ന് ഓടുന്നു തിരിച്ചു അവളെ വീണ്ടും വീഴുന്നു എന്താ കാര്യം പുറത്ത് അവിടെ ആണി അടിച്ചോണ്ടിരിക്കുക അപ്പൊ ആ സൗണ്ട് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ ചാടി ഇറങ്ങിയതാ അപ്പൊ ഈ ചേട്ടൻ ഫോണില് ബാക്കി കൂടെ ഞാനിവിടെ പ്രകടിച്ചോണ്ടിരിക്കട്ടെ അപ്പൊ സർ പറയുന്നുണ്ട് ആംഗിൾ മാറ്റി എന്നിട്ട് തിരിച്ചു വരുമ്പോ എന്നെ കൊല്ലുന്നുള്ള എനിക്ക് ഉറപ്പാ ഞാൻ പാവം പോലെ ഇങ്ങനെ ഇരുന്നു അപ്പൊ എന്നെ നോക്കിട്ട് നീ എന്തപ്പോ കാണിച്ചു അപ്പൊ സോറി ചേട്ടാ അപ്പൊ ആ ചേട്ടൻ തന്നെ ചിരി വന്നിട്ട് അതിനൊതുക്കി ഓക്കെ ഹ്യൂമർ സെൻസ് ഉള്ളത് ആർക്കാണ് പൊടിക്കാണല്ലേ ചളിയാണോ അല്ലല്ല ഇങ്ങനെ പറഞ്ഞോളൂ ഇപ്പൊ വൈഫിന്റെ അടുത്ത് പൊക്കി വെച്ചതാണ് ഞാൻ കാണിച്ചിട്ട് ഞാൻ ഒറ്റപ്പെട്ടു പോകുന്നത് ചേച്ചിക്ക് നല്ല ഹ്യൂമർ സെൻസ് ആണോ അത് കേടിക്കല്ലേ അറിയാം അങ്ങനെ കോമഡി അടിക്കാൻ കേടിക്ക് അറിയാമല്ലോ നമ്മള് കസിൻസ് ഒക്കെ ഫാമിലിയിൽ കൂടുമ്പോ ഞങ്ങള് കസിൻസ് അതായത് നമ്മുടെ ഫാമിലി ഗെറ്റ് ടുഗദർ ഒക്കെ ഉണ്ടാവില്ലേ അപ്പൊ എന്റെ എല്ലാ കസിൻസും ഞാൻ വരാനാണ് വെയിറ്റ് ചെയ്യുക എന്റെ ഫ്രണ്ട്സ് ആണെങ്കിലും ഞാൻ വരാനാണ് അച്ഛൻ എന്തോ പറഞ്ഞു പറയില്ലേ പറയുന്ന രീതി ഭയങ്കര കോമഡി സത്യം അതാണ് എനിക്ക് നേരത്തെ കേടിക്ക് ഡൗട്ട് വരാൻ കാരണം നമ്മൾ കേടിയുടെ വീട്ടില് ചേട്ടന്റെ വീട്ടിലാവുമ്പോ ഇങ്ങനെ കോമഡി ഒക്കെ നമ്മൾ അടിക്കും ഞാനാ കോമഡി അടിക്കുന്നത് ഏക്കാറുണ്ടോ അത് ചീഞ്ഞു പോവോ ചിലത് ചീഞ്ഞു പോവല്ലേ സാരില്ല ഓക്കെ ഓക്കെ ആരാണ് കൂടുതൽ ഇമോഷണൽ 10 ഫോട്ടോ ഉണ്ടെങ്കിൽ എന്റെ 10 നിർത്തിയിരുന്നപ്പോ വരെ സീനാണ് അതെനിക്ക് നേരത്തെ അറിയാം അതിനെ കുറിച്ച് പറഞ്ഞോണെങ്കിൽ ചിലപ്പോ നമുക്ക് നിർത്താൻ പറ്റില്ല അതുകൊണ്ടാ ഇനിയിപ്പം ദേഷ്യം കൂടുതൽ ആർക്കാണ് ചേട്ടന് മാത്രമുള്ള എന്റെ ഫ്രണ്ട്സിന് പോലും അല്ല
രണ്ടുപേർക്കും ഉണ്ടല്ലേ ചേച്ചി? ആ ദേഷ്യം കൂടുതൽ ചക്കൂരാണ്. ഞാൻ ഡൗട്ട്. അച്ഛൻ പറഞ്ഞ ഇനി വേറെ ഒന്നും ഇല്ല കേട്ടോ, ഇനി ആരും ഒന്നും പറയണ്ട. അതെനിക്കിട്ടൊന്നും വെച്ചതാണ്. അല്ല, ഈ നമുക്ക് നോർമൽ കാണുമ്പോ ഇവളുടെ ദേഷ്യം എന്ന് പറഞ്ഞാൽ അത് വേറെ ടൈപ്പ്. പൊടിക്കാണ് ഇടയ്ക്കിടയ്ക്ക് ദേഷ്യം വരെ പൊടിക്കാം. അതിപ്പോ ഈ വർഷമായിട്ട് എനിക്ക് കുറച്ച് ദേഷ്യം ഭയങ്കര കൂടുതൽ. പ്രതികാരം. ആണല്ലേ ഈ കുട്ടിയല്ലേ? നല്ല ശീലം ഉണ്ടെന്ന് തോന്നുന്നു. ശരി അല്ല, കൊച്ചിനൊക്കെ ദേഷ്യത്തില് വേറെ ദേഷ്യത്തിന് കൊച്ചിനൊക്കെ ഉപയോഗിക്കാം. അങ്ങനെ അയ്യോ സംസാരിക്കും. അല്ല കുട്ടിയുടെ അടുത്തല്ല, പൊതുവെ ആർക്കും അറിയാത്ത നമുക്ക് ഉണ്ടാവില്ല. എനിക്ക് മനസ്സിൽ പെട്ടത് അങ്ങനെ റിവെഞ്ച് ഉണ്ട് ഉള്ള കൂട്ടത്തില. ആ കുറച്ച്. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഞാൻ പറഞ്ഞേ ഫോൺ അഡിക്റ്റ്. ആരാണ് ഫോൺ കുട്ടിയുടെ അടുത്ത് വെച്ചാല് റോബിൻ ചേട്ടന്റെ ഫോട്ടോ വേണം. ആണല്ലേ? അല്ല പിന്നെ അവരുടെ ഫീൽഡും അതാണല്ലോ, സോഷ്യൽ മീഡിയ. അതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ. കള്ളം പറയാൻ മിടുക്കി ആരാണ്? അത് പൊടിമോള്. പൊടിമോള് കള്ളം പറയാൻ. പൊടിക്ക് വിഷമമായിരുന്നു, പൊടിയുടെ ഫോട്ടോ ഒക്കത്തില്ല. അത് കുട്ടി കുട്ടി കള്ള കുട്ടി കുട്ടി നോണ, വലിയ നോണന്നല്ല. അതൊക്കെ ഞാൻ തന്നെ വിളിച്ച് പറയും. പൊടി അത് സീനാണല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞു. ഓക്കെ, അപ്പൊ ഗെയിം പൂർത്തീകരിച്ചിരിക്കുകയാണ്. അപ്പൊ എന്തായാലും പൊടിയാണ് ഇതിൽ ജയിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. ഒരു ഫാമിലി ഇന്റർവ്യൂ ചെയ്യാൻ പറ്റിയതില്. ഇതുപോലെ ഹാപ്പി ആയിട്ടിരിക്കട്ടെ ഈ ഫാമിലിയും ഈ ഫാമിലിയും ഈ ഫാമിലിയും എല്ലാ ഫാമിലിയും ഒന്നിച്ച്. ഓക്കെ ഓക്കെ, അപ്പൊ ഞങ്ങളുടെ ഫാമിലിനെ ഇന്റർവ്യൂ ചെയ്യാൻ വന്നത് പൊടിയുടെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട് ആയിട്ടുള്ള നമ്മുടെ പാർവതിക്ക് ഒരുപാട് നന്ദി. പിന്നെ ഈ വന്ന നമ്മുടെ ക്രൂ ആണെങ്കിൽ അവർ ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ടായിരുന്നു. അവർ നിന്ന് അത് ചെയ്യുന്നുണ്ടായിരുന്നു. അവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പം ഈ ഒരു വീഡിയോ എല്ലാരും കാണട്ടെ അല്ലേ? കാണട്ടെ, ഒരു ഹാപ്പി വീഡിയോ ആണ്. സോ ഇനി കല്യാണം കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോ ആരാ കേട്ടോ. അതിനു വേണ്ടി വെയിറ്റ് ചെയ്യണേ. അല്ല, കല്യാണത്തിനാട്ടോ, വീഡിയോക്കല്ല. ഓക്കെ, അപ്പൊ എന്തായാലും ഹാപ്പി ആയിട്ടിരിക്കാം എല്ലാരും. ഓക്കെ, എല്ലാരും ഒരു ബൈ കൊടുത്തേ. ബൈ വരാ.